ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമല അങ്ങാടിയിലാണ്. ഈ പള്ളി മിനാരത്തിൽ നിന്ന് താഴെയായിട്ട് കാണുന്ന ഒരു വെള്ളം ഒഴുകി വരുന്ന സ്ഥലം കാണാം. ഇത് നേരത്തെ ഒരു ചെറിയ ഒരു കനാല് മാത്രമായിരുന്നു, 2 ചെറിയ ഭിത്തികളുള്ള. പക്ഷേ ഇതിപ്പോൾ മഴ ഇന്നലെ മലവെള്ളപ്പാച്ചിൽ വന്നൊരു തോട് പോലെ വിപുലമായിട്ടൊഴുകി എന്നതാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. ഒപ്പം നമുക്ക് കാണാം തൊട്ടടുത്ത വീടുകളിലൊക്കെ വെള്ളം കയറിയും അവിടെയൊക്കെ ഇതാ വാഹനങ്ങളെല്ലാം തകർന്ന് മണ്ണിനടിയിലേക്ക് പോയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ വീടുകളെല്ലാം പൂർണ്ണമായിട്ട് തന്നെ തകർന്ന ഒരവസ്ഥാവിശേഷണമുണ്ട്. ഈ വീട്ടിൽ ഇപ്പോൾ നിറയെ ചെളിയാണ്. എനിക്ക് തൊട്ട് മുൻപിൽ കാണുന്ന ഈ വീട്ടിൽ നിന്ന് ഒരു കുട്ടിയുടെ 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തു എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ വലിയ ചളി കുന്നുകൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ ഈ വീട് ഒരു തുരുത്ത് പോലെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം തൊട്ടപ്പുറത്തുകൂടെ ഈ കൈവേലി കഴിഞ്ഞ് തോടായി മാറിയ ഈ വെള്ളപ്പാച്ചിൽ കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് കാണുന്ന നെല്ലിപ്പുഴയാണ്. പക്ഷേ നെല്ലിപ്പുഴയുടെ ദിശ ആ വഴി അല്ലായിരുന്നു. ആ നെല്ലിപ്പുഴ എനിക്ക് തൊട്ടപ്പുറത്ത് കാണുന്ന അവിടെ ഒരു മരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വീടും കഴിഞ്ഞുള്ള 2 വലിയ മരങ്ങൾ കാണാം. അതിന് തൊട്ടപ്പുറത്തു കൂടിയാണ് ആ നെല്ലിപ്പുഴ ഒഴുകേണ്ടിയിരുന്നത്. ദിശ മാറി ഒഴുകി ഇപ്പോൾ ഈ വീട്ടുകാരെല്ലാം ഒരു തുരുത്തിൽ ഒറ്റപ്പെട്ടതുപോലെ ഒറ്റപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെയുള്ള ഒരാളെ കൂടി ഈ ഒരു പ്രദേശത്ത് നിന്ന് ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ആളുകളെ കാണാതായി. പല ആളുകളും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ചളി കുമിഞ്ഞുകൂടിയതാണ്. നമുക്ക് അങ്ങോട്ടൊരിക്കലും പോകാൻ കഴിയില്ല. ആ രീതിയിൽ അത്രമേൽ ഭീകരമായി ചളിയിൽ കാലുകൾ താഴ്ന്നിറങ്ങുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇതൊക്കെയാണ് പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന കാര്യം. ഉരുൾപൊട്ടിയ ആ വൃഷ്ടി പ്രദേശത്തേക്കോ അല്ലെങ്കിൽ ഉരുൾപൊട്ടിയതിന്റെ യഥാർത്ഥത്തിലുള്ള അവിടെയൊക്കെ പാടികളിലും അതോടൊപ്പം തന്നെ കമ്പനിയിലൊക്കെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അവിടെ ഒരു തേയില കമ്പനിയോ മറ്റോ ഉണ്ടായിരുന്നു. അവിടെയൊക്കെയുള്ള ആളുകൾക്ക് അവിടെ ആ യഥാർത്ഥത്തിൽ ഉരുൾപൊട്ടിയ സ്ഥലത്തേക്ക് പോലും രക്ഷാപ്രവർത്തകർക്ക് കയറി ചെല്ലാൻ കഴിയാത്ത അത്രമേൽ വലിയ ഭീകരമായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഞങ്ങളിവിടെ എത്തിയ ഉടനെ തന്നെ ആളുകളെല്ലാം ഭയവിഹ്വലരായി തിരിഞ്ഞോടുന്നു. പോലീസും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തകരും ഞങ്ങളോടെല്ലാം അവിടേക്ക് പോകുന്ന ആളുകളോടെല്ലാം മാറിപ്പോകാൻ പറയുന്നു. അന്വേഷിച്ചപ്പോഴാണ് വീണ്ടും മലവെള്ളപ്പാച്ചിൽ ശക്തമായി ഒഴുകുന്നുണ്ട് എന്ന വിവരം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ചൂരൽമല അങ്ങാടിയിൽ തന്നെ നിൽക്കുകയാണ്. ഇവിടെ പോലീസ് എല്ലാവരെയും തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഒക്കെ ആ വാർത്ത കേട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു. ഇപ്പോൾ രക്ഷാപ്രവർത്തകർ, വിക്കായുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇതിന്റെ താഴ്വാരത്തെ ചൂരൽമല അങ്ങാടിയിൽ മാത്രം നിൽക്കുന്ന ഭീകരമായിട്ടുള്ളൊരു ദൃശ്യം. ഒരുപക്ഷെ ഞാനൊക്കെ പല കവളപ്പാറയിലും കരിഞ്ചോലയിലും പുത്തുമലയിലും ഒക്കെ ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെയുള്ള വ്യാപ്തിയുടെ ഒരംശം മാത്രമാണ് ഇപ്പോൾ ഈ കാണുന്നത്. എന്ന് വെച്ചാൽ ഇതിനേക്കാൾ ഭീകരമാണ് നമ്മൾ തൊട്ട് പുറത്തേക്ക് നമ്മൾ മറ്റു സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന അവസ്ഥ എന്നതുകൊണ്ട് തന്നെ ഇത് വലിയ ഭീകരമായ ഒരു ദുരന്തം തന്നെയാണെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. കാരണം ഏകദേശം ഞാൻ സംസാരിക്കുന്ന ഈ ഒരു സമയം വരെ ഏകദേശം 60ഓളം ആളുകളുടെ മൃതദേഹം കണ്ടെടുത്തു എന്നുള്ളതാണ്. ആ പ്രദേശത്ത് മാത്രം 60ഓളം കുടുംബങ്ങൾ അവിടെ താമസിച്ചിരുന്നു. ഒരു കുടുംബത്തിൽ 2, 3, 4 ആളുകളെ തന്നെ എടുത്ത് പരിശോധിച്ചാൽ ഏകദേശം 200ഓളം ആളുകളെങ്കിലും അവിടെ താമസിച്ചിരിക്കുന്നുണ്ടാകുമെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല. കണക്കെടുപ്പുകളൊക്കെ പുരോഗമിക്കുന്നേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ ആ മലവെള്ളപ്പാച്ചിൽ തടയുന്നതിന് വേണ്ടിയുള്ള ചില മണ്ണ് കൂട്ടിയിട്ടുകൊണ്ട് ഇത് നേരെയാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നതെന്ന് വെച്ചാൽ പല സ്ഥലത്തുള്ള മണ്ണ് നീക്കം ചെയ്ത് ഇവിടേക്ക് കൊണ്ട് തട്ടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഏതായിരുന്നാലും ഇത്രയ്ക്ക് ഭീകരമായ ഒരു ദുരന്തം തന്നെയാണ് ഇവിടെ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അവിടേക്ക് രക്ഷാപ്രവർത്തകരിൽ പോലും പലർക്കും അവിടേക്ക് എത്താൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അവിടെ കൃത്യമായി പറഞ്ഞാൽ മിലിറ്ററി ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഇപ്പോൾ അവിടേക്ക് പ്രവേശനമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അവരാണ് ഇപ്പോൾ അവിടേക്ക് പ്രവേശിച്ചതും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നതും എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് താഴ്വാരത്ത് നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായിരുന്നാലും താഴ്വാരത്തെ അവസ്ഥ ഇതാണെങ്കിൽ പ്രഭവ കേന്ദ്രത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇതിനേക്കാൾ ഭീകരമായിരിക്കും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഞാൻ അല്പം ഈ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് വീട്ടിലുള്ള ആളുകളെയൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനം നടത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ആളുകളുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള തിരച്ചിൽ തന്നെയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്.